ഹായ് ഫ്രണ്ട്സ്, എല്ലാ യാത്രകളുടെയും തുടക്കം ലക്ഷ്യസ്ഥാനത്തെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. യാത്ര തുടങ്ങാതെ നമ്മൾ വീട്ടിലിരുന്നാൽ എവിടെയും നമ്മൾ എത്തിപ്പെട്ടില്ല. സെൽഫ് കോൺഫിഡൻസും ആത്മവിശ്വാസവും ഒരു ചെറിയ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് യാത്ര തുടങ്ങാൻ പറ്റും. അവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റും. കഠിനാധ്വാനവും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഉയരങ്ങൾ തീർച്ചയായിട്ടും എത്താൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങണം. യാത്രയിലുടനീളം അല്ലെങ്കിൽ യാത്ര തുടങ്ങുമ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും യാത്ര അവസാനിക്കുന്നവരും ഭയവും പേടിയും ഒരു അനിശ്ചിതാവസ്ഥയും എല്ലാം നമുക്കെല്ലാവർക്കും തോന്നും. പക്ഷേ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരിടാനുള്ള ഒരു ആത്മധൈര്യവും ഒരു കോൺഫിഡൻസും നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം യാത്ര തുടങ്ങുക എന്നുള്ളതാണ്. The very moment you start your journey or you keep your first step towards your journey, all your doubts, fears and apprehensions will start to disappear or diminish. അത് നമ്മൾ യാത്ര തുടങ്ങും. നമസ്കാരം, ഞാൻ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫ്ലൈറ്റ് ഫോർവേഡിങ്ങിനെയും ലോജിസ്റ്റിക്സിനെയും പറ്റിയുള്ള A to Z വിശദമായ വിവരങ്ങളായിരിക്കും. നിങ്ങളെ ഈ ചാനലിൻ്റെ എൻ്റെ ഒപ്പം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ലോജിസ്റ്റിക്സ് എക്സ്പെർട്ടായി മാറാൻ പറ്റും. നിങ്ങൾ ബുക്കിൽ കാണുന്ന തിയറിയോ മറ്റൊന്നുമല്ല, എൻ്റെ 10-50 വർഷത്തോളമുള്ള ഈ ഫീൽഡിലെ പരിചയമാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാൻ പോകുന്നത്. തിയററ്റിക്കലായിട്ട് ഒരു ഒന്നും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാമെന്നും അതിനുള്ള നോളജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വിശദമായിട്ട് ഇതിനകത്ത് പ്രതിപാദിക്കുന്നതായിരിക്കും. ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഫ്ലൈറ്റ് ഫോർവേഡിങ്, ലോജിസ്റ്റിക്സ്. What is the difference between freight forwarding and logistics? Shipping, containers, type of containers, LCL cargo, FCL cargo, sea freight, air freight consolidation, air freight consolidation, import documentation, export documentation, custom clearance, transportation, custom inspection തുടങ്ങിയ വിവിധ മേഖലകളെയും പ്രതിപാദിക്കുന്ന ഒരു വിശദമായ ഒരു സ്റ്റഡി ആയിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇതിൽ കൂടി തരാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഉപയോഗപ്രദമായിരിക്കും, ഇൻഫർമേറ്റീവ് ആയിരിക്കും. യു മസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമുക്ക് വരും എപ്പിസോഡുകൾ വളരെ വിശദമായി ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒപ്പം പഠിച്ചവർ, നമ്മുടെ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളെക്കാട്ടി ടാലൻറ്റഡും ബുദ്ധിയുള്ളവരും എഫിഷ്യൻറ്റും ഹാർഡ് വർക്കിങ്ങുമായിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവരൊന്നുമല്ല, അവരിൽ പലരും ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്ന ഉയരങ്ങളിൽ എത്തിപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനുള്ള പ്രധാന കാരണം അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും, സ്റ്റഡി ചെയ്യും. അവസാനം ഒരു ചോദ്യത്തിൽ എത്തിച്ചേരും, വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരൊറ്റ ചോദ്യത്തോടു കൂടി അവരുടെ ഈ യാത്ര അവിടെ അവസാനിപ്പിക്കും. നമ്മൾ യാത്ര തുടങ്ങുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ടു സ്റ്റാർട്ട് ദ ജേർണി ഈസ് ഇമ്പോർട്ടൻറ്റ്. And you will have all the courage and self-confidence to face all the hindrances and obstacles en route the journey up to the destination. തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മളെ ഭയപ്പെടുത്താൻ എല്ലാവരും കാണും. നമ്മൾ ഭയന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. ഭയന്നുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും, വാച്ച് നോക്കാതെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും, കുറച്ച് ആത്മവിശ്വാസവും, കുറച്ച് കോൺഫിഡൻസും, സെൽഫ് കോൺഫിഡൻസും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഉയരങ്ങളിൽ എത്തിപ്പെടും. മനോഹരമായിട്ടുള്ള തീരങ്ങളിലേക്കുള്ള യാത്രകളെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടാൻ പറ്റും. നമുക്ക് അതിനുള്ള ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യസ്ഥാനമുണ്ടെങ്കിൽ ആർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതിന് ഒരു സംശയം ആർക്കും വേണ്ട. അപ്പം നമുക്ക് കാണാം നമ്മളെങ്ങനെ ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റുമെന്നും എങ്ങനെ ഒരു നല്ല ലുക്രേറ്റീവ് ആയിട്ടുള്ള ജോലി നേടാൻ പറ്റുമെന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെ ഈ ഫീൽഡിൽ വളരെ തുച്ഛമായ മുതൽ മുടക്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ദുബൈയിലോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് ഏത് ഭാഗങ്ങളിലോ ഒരു ജോലി നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ തരുന്നുണ്ടാവും. നിങ്ങൾ യു മസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. എവറിത്തിങ് ഈസ് ഫ്രീ ഓഫ് ചാർജ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് എംപ്ലോയേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ടാവും. അതിനുള്ള സ്കോപ്പുണ്ട്.
ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം ഉള്ളിടത്തോളം കാലം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. ലോകം ചലിക്കണമെങ്കിൽ ലോജിസ്റ്റിക്സും ഫ്രൈറ്റ് ഫോർവേഡിങ്ങും ഇല്ലാതെ മുൻപോട്ട് പോകാൻ പറ്റില്ല, ഷിപ്പിങ്ങും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ലോകം നമ്മൾ ഉള്ളിടത്തോളം കാലം ഈ ലോകത്തിൻ്റെ ഓരോ സ്പന്ദനത്തിനൊപ്പം ലോജിസ്റ്റിക്സ് ഉണ്ടാവും, ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ഉണ്ടാവും. അപ്പോൾ എന്നും അതിനുള്ള സ്കോപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. സോ സീ യു ഇൻ കാർഗോ ആൻഡ് ക്യാൻവാസ്. എല്ലാ വിശദവിവരങ്ങളും അതിലുണ്ടാവും. കാണണം, ഉപയോഗപ്രദമായിരിക്കും, ഇൻഫർമേറ്റീവ് ആയിരിക്കും. യു മസ്റ്റ് വാച്ച് ദ ചാനൽ കാർഗോ ആൻഡ് ക്യാൻവാസ്. ഓക്കെ, സീ യു ദർ വെരി സൂൺ. ബൈ ബൈ.